PM ശ്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അടുത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയത്തിനെതിരായി അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ മതരാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതും നമ്മുടെ പുതുതലമുറയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതുമായ ഒരു സെൻട്രൽ സ്കീമാണ് PM ശ്രീ എന്ന് പറയുന്നത്. പ്രധാനമായും മതരാഷ്ട്രീയ അജണ്ടകൾ പറയുന്നതും ഇത് തികച്ചും കാവ്യവൽക്കരണമാണെന്നും ചരിത്രം വളച്ചൊടിക്കുമെന്നും ചില പഠന രീതികൾ പ്രത്യേകിച്ചും ചരിത്രപരമായി നമ്മെ തെറ്റായ രീതിയിൽ ഒരു ജനറേഷൻ തൊട്ട് നമ്മെ പഠിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? എന്തു തന്നെയാണെങ്കിലും മൊത്തത്തിൽ ഇന്ത്യ വിരുദ്ധ മുന്നണികളും അതേസമയം ഈ നാടിനെ സ്നേഹിക്കുന്നവരും ഒരുപോലെ ആവശ്യമാണെന്നും ആവശ്യമില്ലെന്നും പറയുന്ന ഒരു പ്രത്യേകതരം സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. കാരണം അംഗീകരിച്ചാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്തുതരം വിദ്യാഭ്യാസമാണെന്ന് ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ചില സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് പരാജയം നേരിടാനുള്ള സാധ്യതകൾ കൂടി വരുമ്പോഴാണ് ഇത്തരം സത്യങ്ങൾ മറച്ചുവെക്കുവാൻ ചില മതരാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നതെന്ന് തന്നെ വ്യക്തമായി നമുക്ക് പറയാനാകും. ഇത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ റെപ്യൂട്ടഡായ രാഷ്ട്രീയ ലീഡറിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മളെല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഒരു കാര്യം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം എന്തുമാത്രമാണെന്ന് നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ്. ഹിന്ദുക്കൾ എതിര് നിന്നു. അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 55 കോടി, ആ കാലത്ത് 55 കോടി, ഇന്നതൊരു 550 കോടി വരെയായിരുന്നു. ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ നിരാഹാര സമരം അവസാനിച്ചത്. അപ്പോൾ ഇവര് പറഞ്ഞു ഇയാൾ മുസ്ലിംസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ എന്ത് ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കുക. ഇതുപോലെ പല കാര്യങ്ങളും പല രൂപത്തിലും എല്ലാവർക്കും ബാധകമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റു പല രീതിയിലും വളച്ചൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാടാണ്, നമ്മൾ ജനിച്ച നാടാണ്. അതിനുമുപരി ഇത് ഭാരതമാണ്. അതിനുള്ള അറിവും മനസ്സിലാക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ഒന്ന് ഭാരതീയനല്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരമോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ത്രെട്ടുകളിലേക്കും നമ്മുടെ നാടും നമ്മളില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തും നമ്മുടെ തലമുറകൾ മറ്റെന്തിനോ വേണ്ടി പീഡിച്ചിരിക്കുന്നതും അവരെ മിസ്യൂസ് ചെയ്യുന്നതുമായ ഭീകരമായ പല അന്തരീക്ഷങ്ങളിലേക്കും പോകുന്നതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സത്യമായി തന്നെ പഠിക്കുക.